കൂട്ടുകാരെ, ഇന്ന് ഈ ഈശോയുടെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം നമുക്ക് വായിക്കാം. അത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ശിമയോൻ എന്ന ഈശോയുടെ ശിഷ്യൻ പറയുന്ന കാര്യമാണ്. നമുക്കത് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം. അങ്ങയുടെ അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ അവരോട് പറയുവാൻ തുടങ്ങുകയായിരുന്നു. അതിങ്ങനെയായിരുന്നു: നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ മക്കളായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടവനായി തോന്നുകയാണെങ്കിൽ ഞാൻ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നുള്ള കാര്യം ഓർമ്മയിൽ കൊണ്ടുവരണം. നീ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ എൻ്റെ കർത്താവേ, കുറച്ച് സങ്കടം വരുമ്പോഴും ഏകാന്തത തോന്നുമ്പോഴും എന്തോ നഷ്ടപ്പെട്ടവനെ പോലെ ആയിരിക്കുമ്പോഴുമൊക്കെ അങ്ങയുടെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഞാൻ ചിന്തിക്കും. അമ്മ എന്നെ സ്നേഹിക്കുന്നു എന്ന അറിവ് എൻ്റെ വേദന ശമിപ്പിക്കുന്നു. തൽഫലമായി സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് അങ്ങയോട് കൂടുതൽ അടുപ്പമുള്ളതായി തോന്നുന്നു. അങ്ങയുടെ അമ്മ എൻ്റെ ഹൃദയമെടുത്ത് അങ്ങയുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നത് പോലെയാണ്. ഞാൻ പലപ്പോഴും അങ്ങയുടെ അമ്മയായ മറിയത്തെക്കുറിച്ച് ഓർക്കും. കർത്താവേ, ആ അമ്മ എൻ്റെയും അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയമുള്ളവരെ, ഈശോയുടെ അമ്മയെക്കുറിച്ച്, ഈശോ കാൽവരി കുരിശിൽ മരിക്കുമ്പോൾ അമ്മയെ യോഹന്നാന് ഫലമേൽപ്പിച്ചു. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന്. അങ്ങനെ മാനവകുലത്തിന് മുഴുവനും അമ്മയായി പരിശുദ്ധ അമ്മയെ നമുക്ക് കാൽവരി കുന്നിൽ വെച്ച് തന്നു. അതിനു മുമ്പ് ശിമയോൻ എന്ന ശിഷ്യൻ പറയുന്നതാണ് നമ്മൾ കേട്ടത്. അമ്മ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അമ്മയെക്കുറിച്ച് ഓർക്കാൻ, അമ്മ നിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അമ്മ എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അമ്മ അതുതന്നെയാണ് ചെയ്യുന്നത്. ഈശോയുടെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി അമ്മ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്നും അമ്മയെ ഓർക്കാം, അമ്മയെ സ്നേഹിക്കാം. നമ്മുടെ സ്വന്തം, നമ്മെ പ്രസവിച്ച നമ്മുടെ സ്വന്തം അമ്മയെ പോലെ നമ്മളെ എന്നും കരുതലോടെ കാക്കുന്ന പരിശുദ്ധ അമ്മ നമുക്ക് ലോകത്തിന് മുഴുവനും അമ്മയായി ഈശോ തന്നതാണ്. ലോകത്തിലെ ഓരോ മക്കൾക്കും ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ, സ്നേഹത്തിലായിരിക്കാൻ, അമ്മയുടെ തണൽ നൽകാൻ നമുക്കായി ഈശോ നൽകിയിട്ട് പോയ സ്നേഹ സമ്മാനമാണ് അമ്മ. ഈശോയ്ക്ക് നമ്മളെ ഇട്ടിട്ട് പോകാൻ, സ്വന്തം ശിഷ്യരെ ഇട്ടിട്ട് പോകാൻ, നമ്മൾ ഓരോരുത്തരെയും വിട്ടുപോകാൻ, ഭൂമിയിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. എന്താണെന്നറിയോ? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മെ കൂടുതൽ കൂടുതൽ നമ്മോടൊത്ത് ആയിരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഈശോ എന്ത് ചെയ്തു? ഈശോ സ്വയം അപ്പമായി തീർന്നു. ഇന്നും പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോ നമ്മൾ ഓരോരുത്തരും എന്നും കണ്ണീരോടെ, നന്ദിയോടെ സ്വീകരിക്കേണ്ട ഒരു വലിയ നന്മയാണ് അൾത്താരയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നമ്മുടെ ഈശോ അപ്പമായി അവിടെ ജീവനോടെ ഇരിക്കുന്നു. നമുക്ക് ഈശോയെ ഓർക്കാം, എന്നും ഈശോയെ ഓർക്കാം. പരിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കുമ്പോൾ ഈശോ ജീവനോടെ അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ ഓർക്കാം. നമുക്ക് സ്നേഹിക്കാം, നമ്മുടെ അമ്മയെ ഓർക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അപകടത്തിൽ പോയാൽ അമ്മ എത്രയോ തവണ നമ്മളെ വളരെ സുരക്ഷിതമായി കാത്തുരക്ഷിച്ചിട്ടുണ്ട്. അമ്മയുടെ സംരക്ഷണവും നമുക്ക് ലഭിക്കും. അമ്മ നമ്മെ സ്നേഹിക്കുന്നു. അമ്മയുടെ വാത്സല്യത്തോടെ അമ്മ നമ്മെ കാത്തുരക്ഷിക്കും. ഈശോയുടെ തിരുമുമ്പിൽ അമ്മയെ സ്നേഹിക്കുന്ന ആരും ഒരിക്കലും ഈശോ വിട്ടു പോവുകയില്ല. ഈശോയുടെ കഠിനമായ സ്നേഹം, ഭയങ്കരമായ ഒരു സ്നേഹമുള്ളവരായി തീരുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ആരും ഈശോയിൽ നിന്ന് വിട്ടു പോവുകയില്ല. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാത്ത പലരും ഈശോയിൽ നിന്ന് വിട്ടു പോകുമായിരിക്കാം. എന്നാൽ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും ഈശോയെ വിട്ടു പോവുകയില്ല. ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് അമ്മയുടെ സ്നേഹത്തിലൂടെ ഈശോയെ നമുക്ക് സ്നേഹിക്കാം.